നടത്തുകയും ചെയ്തു. വിവിധ രാജ്യങ്ങളുമായി ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവവചനം ശ്രദ്ധിക്കാൻ വേണ്ടി ദൈവവചന ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം, അതിന്റെ 20 വാക്യങ്ങൾ. യാക്കോബ് ഒരു നേർച്ച നേർന്നു. ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. അനവധി പ്രാവശ്യങ്ങൾ നമ്മൾ ഈ ദൈവവചനം വായിച്ച് ധ്യാനിച്ച് ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിച്ചിട്ടുള്ള ഒരു ദൈവവചന ഭാഗമാണ്. പ്രൈസലോ. ഈ ദൈവവചന ചരിത്ര പശ്ചാത്തലം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിച്ച് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളത് കേട്ടിട്ടുള്ളതാണ്. എങ്കിലും നമ്മുടെ ഓർമ്മയിലേക്ക് ഒന്നുകൂടെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഭാഗം വായിക്കുന്നത്. യാക്കോബിന്റെ നേർച്ച. പഴയ നിയമത്തിൽ യാക്കോബിന്റെ നേർച്ചയും പഴയ നിയമത്തിലെ ഭക്തന്മാരുടെ നേർച്ചയും, പുതിയ നിയമ ഇസ്രായേലിന്റെ നേർച്ച, പുതിയ നിയമ ഇസ്രായേൽ പുതിയ നിയമസഭ നേർച്ചയും. ആമീൻ സ്തോത്രം. നമ്മുടെ ആമീൻ അനുഭവങ്ങൾ പ്രൈസലോ നാം മനസ്സിലാക്കി വേണം ജീവിതയാത്ര തുടങ്ങുവാൻ ആരംഭിക്കുക. നേർച്ച എന്ന് പറയുന്നത് അതിന്റെ കാര്യാദികളെ കുറിച്ച് നമുക്ക് യഥാർത്ഥ ബോധ്യമുണ്ടാകും. പ്രൈസലോ എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തുന്ന ഒന്നാമത്തെ നേർച്ചയാണ് ഈ നമ്മൾ വായിച്ച ദൈവവചന ഭാഗം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവം യാക്കോബിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി യാതൊരു വ്യവസ്ഥയും കൂടാതെ ഹല്ലേലൂയ അവനെ അനുഗ്രഹിക്കുമെന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ ദൈവത്തിന്റെ കരുണയ്ക്ക് പകരമായി ചില വ്യവസ്ഥകളോടുകൂടി താൻ ദൈവത്തെ സേവിക്കുമെന്നും ദൈവം തനിക്ക് നൽകുന്നതൊക്കെയും ദശാംശം ദൈവത്തിന് കൊടുക്കുമെന്നും യാക്കോബ് പറയാം. പ്രൈസലോ. അപ്പം പ്രത്യേകിച്ച് യാക്കോബിനോട് ദൈവം കരുണ കാണിക്കുമ്പോൾ ഒരു മുന്നറിയിപ്പും കൂടാതെ ഒരു വാഗ്ദത്തം കൊടുത്ത് ആ വാഗ്ദത്തത്തിലൂടെ കടന്നുപോയി ആ വാഗ്ദത്തത്തിന്റെ ജീവിതത്തിൽ പ്രായോഗികമായി വരുന്ന കാലഘട്ടങ്ങളിൽ തനിക്കിന്റെ ജീവിതത്തിൽ ലഭിക്കുന്നതിനെല്ലാം ദശാംശം ദൈവത്തിന് കൊടുത്തുകൊള്ളാം എന്നുള്ള ഒരു വ്യവസ്ഥയാണ് യാക്കോബ് ഇവിടെ പറയുന്നത്. എന്താണ്? ഹല്ലേലൂയ. ദൈവം എന്നോട് കൂടി ഇരിക്കുകയും ഞാൻ പോകുന്ന യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഈ നേർച്ചയിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? രക്തം ചെയ്യാം. പ്രൈസലോ. അപ്പൊ ദൈവത്തിനുള്ള നേർച്ചകൾ എന്താണ്? പ്രൈസലോ. ദൈവത്തിനുള്ള നേർച്ചകളെ കുറിച്ച് നമ്മൾ ഈ ലോകപരമായി ചിന്തിക്കുമ്പോൾ ദൈവത്തെ വഞ്ചിക്കുന്ന, ദൈവത്തെ പരിഹസിക്കുന്ന, ദൈവത്തെ അപമാനിക്കുന്ന നേർച്ചകളാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത്. ഞാൻ ആ ഭാഗത്തിലേക്ക് വരും. പ്രൈസലോ. അപ്പം ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നിന്റെ കാര്യങ്ങൾ ദൈവത്തിന് നൽകിക്കൊള്ളാമെന്നോ അഥവാ ദൈവത്തിന് പ്രസാദകരമായി ഇന്നിന്റെ കാര്യങ്ങൾ ചെയ്തു കൊള്ളാമെന്നോ പ്രതീക്ഷിച്ച് പ്രതിജ്ഞ എടുക്കുന്ന നേർച്ച അനവധിയുണ്ട്. ദൈവത്തിന് ഞാൻ ഇന്നതിന് ചെയ്യും, ഇന്നിന്റെ കാര്യങ്ങൾ ദൈവം ചെയ്യും എന്നൊക്കെ ദൈവത്തിന് വലിയ പ്രതീക്ഷിച്ചുകൊണ്ട് നേരുന്ന അനവധി ആളുകളുണ്ട്. പ്രൈസലോ. ആ നിലയിലുള്ളൊരു നേർച്ചയാണ് യാക്കോബ് യാക്കോബ് നേർന്നത്. അപ്പൊ യാക്കോബിന്റെ അങ്ങനത്തെ നേർച്ചയാ. തനിക്ക് കിട്ടുന്നതിലൊക്കെ പ്രധാനം കൊടുക്കുക, താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൈവം ചെയ്യണം. ഹല്ലേലൂയ. അപ്പം വ്യക്തികൾക്ക് മാത്രമല്ല ജനസമൂഹം ഒരുമിച്ച് നേർച്ചകൾ നേരാറുണ്ടായിരുന്നു എന്നാണ് സംഖ്യാപുസ്തകം 21-1-3 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. അപ്പോൾ പ്രതിഫലേച്ഛ കൂടാതെ ദൈവത്തോടുള്ള ഭക്തിയുടെ പ്രകടനം എന്ന നിലയിൽ നേർച്ചകളുണ്ട്. ദൈവത്തിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ, പ്രതിഫലം നോക്കാതെ ദൈവത്തിൽ എടുക്കുന്ന നേർച്ചകളുണ്ട്, പ്രതിഫലം കൂടാതെ. അങ്ങനെ അനവധി നേർച്ച നേരുന്നവരുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അവൻ നേർന്നിട്ട് നേരാതിരിക്കുന്നത് പാപമാണ്. നിങ്ങൾ നേർച്ച നേർന്നിട്ട് അത് ദൈവത്തിന് കൊടുക്കാതിരിക്കുന്നത് പാപമാണ്. ഹല്ലേലൂയ. ആകയാൽ സാഹസികമായി നേർച്ച നേരുവാൻ ഇടയാകരുത്. ചില സാഹസ്യമായിട്ട് നമ്മൾ ദൈവത്തിന് നേർച്ച നേരരുതെന്ന് സദൃശവാക്യം 20-25 സഭാപ്രസംഗി 5-4-5 ഒക്കെ കാണുന്നുണ്ട്. പല സാഹസ്യ നേർച്ചകളാണ്. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ദൈവത്തോട് നേർച്ച നേർന്നാൽ അത് ഊനമില്ലാത്തതായിരിക്കണം.
ഊനമില്ലാത്ത നേർച്ചയായിരിക്കണം ദൈവത്തിന് കൊടുക്കേണ്ടത്. ഊനമുള്ള നേർച്ച ചെയ്യുന്നവനൊക്കെ ശപിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. മാലാഖയുടെ പുസ്തകം 1:14 വായിക്കുന്നത്. ഇപ്പം കടിഞ്ഞൂൽപ്രവികളായ മൃഗങ്ങളെ നേരാൻ പാടില്ല. കാരണം നേർച്ച കൂടാതെ തന്നെ അവ യഹോവയ്ക്കുള്ളതാണ്. ഇപ്പം കടിഞ്ഞൂലുകളൊക്കെ നേരാതെ തന്നെ ദൈവത്തിന് കൊടുക്കണം. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തിലേക്ക് വരാൻ പോവുകയാണ്. ഇവിടെ വേദപുസ്തകത്തിൽ പറയുന്ന നേർച്ചയും ഇന്നത്തെ മനുഷ്യൻ ചെയ്യുന്ന നേർച്ചയും ഹല്ലേലൂയ എന്താണ്? ഒരു ക്രൈസ്തവ സമൂഹത്തിൽ ഒരു ജീവിതത്തിൽ നേർച്ച നേരുക എന്നത് വളരെ ആവശ്യമായ ഒരു സംഗതിയാണ്. പഴയ കാലത്ത് ഇന്നത്തെ കാലത്ത് വളരെ പ്രാധാന്യം നേർച്ചയ്ക്ക് ക്രൈസ്തവർ കൊടുക്കുന്നു. നേർച്ച എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഹല്ലേലൂയ ദൈവത്തോട് ഉറച്ച തീരുമാനം. 2 ദൈവത്തോടുള്ള പ്രതിഷ്ഠ. 3 ഹല്ലേലൂയ ദൈവത്തോടുള്ള സമർപ്പണം. ഇതെല്ലാം ദൈവത്തോട് ചെയ്യുന്ന നേർച്ച എന്ന് പറയുന്നത് തീരുമാനം, പ്രതിഷ്ഠ, സമർപ്പണമാണ്. തീരുമാനത്തിൽ നാം വ്യതിചലിക്കരുത്. ഹല്ലേലൂയ. പ്രതിഷ്ഠയിൽ നാം മാറിപ്പോകരുത്. സമർപ്പണത്തിൽ പിന്നോക്കം പോകരുത്. എന്നാൽ ക്രൈസ്തവ സമൂഹം ഇന്ന് ചെയ്യുന്ന നേർച്ച എന്ന് പറയുന്നത് വെറും വ്യാജമായ നേർച്ചകളാണ്. പ്രൈസലോ. എന്റെ ചെറുപ്രായത്തിൽ എനിക്ക് ചെറിയ അസ്വസ്ഥതകളൊക്കെ വന്നപ്പോൾ എന്റെ പിതാവും എന്റെ മാതാവോട് നേർന്നു ഞങ്ങളുടെ അടുത്തൊരു കുരിശുപള്ളിയുണ്ട്. ഹല്ലേലൂയ. 101 മെഴുതിരി കത്തിച്ചേക്കാവുന്നു. ഹല്ലേലൂയ. പിന്നെ എന്റെ അപ്പനെ നേർന്നു എന്നെ മലയാറ്റൂര് കൊണ്ടുപോയി മല കയറ്റാവുന്നു. ഹല്ലേലൂയ. അതൊക്കെ എന്റെ അപ്പൻ ചെയ്തു. ഒരിക്കൽ മെഴുതിരിക്ക് അന്ന് ഇല്ലായ്മയുടെ കാലഘട്ടം ചെറുപ്രായത്തിലാണ്. എന്റെ ചെറുപ്രായത്തിൽ ഞങ്ങളുടെ കുരിശുപള്ളിക്ക് 101 മെഴുതിരി കത്തിച്ചു. അപ്പോൾ ടൗണിലായതുകൊണ്ട് എല്ലാവരും കാണും. പള്ളിമുറ്റത്തിന്റെ കുരിശുപെട്ടിയുടെ ചുറ്റിലിങ്ങനെ മെഴുതിരി കത്തിച്ചു വെക്കുമ്പോൾ ജനം അംഗീകരിക്കാത്തവരുമുണ്ട്. പക്ഷെ ആ നേർച്ച വ്യർത്ഥമായിരുന്നു. ഈ ഭൂമിയെ മുഴുവൻ പ്രകാശിപ്പിക്കുവാൻ സൂര്യന്റെ പ്രകാശം തരുന്ന, ഈ ഭൂമിയെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ വേണ്ടി സൂര്യന്റെ വെളിച്ചം തന്ന ഭൂമിക്ക് ആവശ്യമായ പ്രകാശം തരുന്നവൻ, രാത്രി ഭൂമിയെ പ്രകാശിപ്പിക്കുവാൻ ചന്ദ്രന്റെ നക്ഷത്രങ്ങളിൽ തരുന്നവന്റെ മുമ്പിൽ ഞാൻ ഒരു മെഴുകുതിരി കത്തിച്ചോട്ട് ഒരു പ്രയോജനമില്ല. ഹല്ലേലൂയ. ഞാൻ പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് ഒരിക്കൽ ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ അവിടെ വെച്ചൊരാളിനോട് ഞാൻ 1001 മെഴുതിരി കത്തിക്കാൻ പോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ല കാര്യം, എനിക്കും അന്നൊക്കെ ഞാൻ അങ്ങനെ പള്ളിയിലേക്ക് പോകുന്ന സമയം. അപ്പൊ 101 മെഴുതിരി, 1001 മെഴുതിരി. 1000 എന്നുള്ളത് ശരി, 100 എന്നുള്ളത് ശരി, ഒന്നെന്താണോ? അതിനെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട്. നിങ്ങൾ എന്നോട് ഫോണിലൊക്കെ വിളിച്ച് ചോദിച്ചാൽ ഞാൻ പറയാം. ഇല്ല, നിങ്ങൾ അതിനെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ച് പഠിച്ചാൽ മതി. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് നേർച്ചകൾ. ചില ഞാൻ മലയാറ്റൂർ മല കയറിയേക്കാം, ഞാൻ കുരിശ് ചുമന്നേക്കാം. അങ്ങനെ ത്യാഗപൂർവമായ സാഹസികമായ അനവധി നേർച്ചകൾ ഇന്ന് ക്രൈസ്തവ സമൂഹം ചെയ്യാറുണ്ട്. പ്രൈസലോ. ആദ്യഫലം വീട്ടിലുണ്ടാകുന്ന പ്ലാവിലെ ചക്ക, തെങ്ങിലെ തേങ്ങ, മാവിലെ മാങ്ങ, പിന്നെ പച്ചക്കറി വർഗ്ഗങ്ങൾ, അങ്ങനെ വീട്ടിലുണ്ടാകുന്ന കൃഷിയുടെ ആദ്യഫലങ്ങളൊക്കെ ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുന്ന പഴയ നിയമ കാര്യമാണ്. പുതിയ നിയമത്തിൽ അങ്ങനെ പറയുന്നില്ല. പ്രൈസലോ. പുതിയ നിയമത്തിൽ അങ്ങനെ ആദ്യഫലവും അല്ലെങ്കിൽ അങ്ങനെ അമലിയ ചക്കയും മാങ്ങയും തേങ്ങയും പറമ്പിലെ കൃഷി ഭവനം കൊണ്ടുവരണമെന്ന് പറയാറില്ല. അങ്ങനൊരു നേർച്ച പുതിയ നിയമത്തിലില്ല. പിന്നെ പലരും നടന്ന് മലകൾ കയറും, ദീർഘദിവസങ്ങൾ നടന്ന് പദയാത്ര നടത്തി നേർച്ച നേരുന്നവരുണ്ട്. തലമുറ കിട്ടാതെ വരുമ്പോൾ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോട് എനിക്ക് തലമുറയെ തന്നാൽ ഞാൻ ദൈവത്തിന് വേണ്ടി അതിനെ സമർപ്പിക്കും. വൈദികനാകാൻ വിടും, പുരോഹിതനാകാൻ വിടും, കന്യാസ്ത്രീയാകാൻ വിടും. ഞങ്ങളെപ്പോലുള്ള ഒരാളെ പറയും ഞങ്ങൾക്ക് തലമുറയെ തന്നാൽ ഞങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് നേർന്ന് ദൈവത്തിൽ നിന്ന് കുട്ടികളെ പ്രാപിക്കാറുണ്ട്. ദൈവം നമ്മളെ വാക്ക് വിശ്വസിച്ചിട്ട് നമുക്ക് തലമുറയെ തരും. പ്രൈസ്. പക്ഷെ ദൈവം നമുക്ക് അങ്ങനെ തലമുറയെ തന്ന് നമുക്ക് കുട്ടികളെയൊക്കെ തന്നു കഴിയുമ്പോൾ ഹല്ലേലൂയ, ആ കുട്ടിയെ നമ്മൾ വളർത്തി വലുതാക്കി വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് ഉന്നതമായ നിലയിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ ദൈവനാമത്തിന് കൊടുക്കത്തില്ല. പിന്നെ അവരെ ജോലിക്ക് പറഞ്ഞു വിട്ട് അവരെ ജോലിയിൽ കൂടി അവരുടെ ഭൗതിക നന്മകളാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തോട് ചെയ്ത നേർച്ച നേരാതിരിക്കുന്നത് പാപമാണ്. ആ കുഞ്ഞുങ്ങൾക്ക് ഗതി ഉണ്ടാകത്തില്ല, കുടുംബത്തിന് ഗതി ഉണ്ടാകത്തില്ല, അനർത്ഥമായിരിക്കും, വ്യസനമായിരിക്കും കുടുംബത്തിലെ കുട്ടിയുടെ ജീവിതത്തിലൊക്കെ.
അപ്പം ദൈവത്തോട് ചെയ്യുന്ന നേർച്ച നമ്മൾ കഴിക്കണം. പ്രൈസ്. ഇതെല്ലാം ആക്ഷരികമായതാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ, അല്ലേ? ആത്മീയമായ നേർച്ചയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ജോലിയില്ലാതെ ജോലി കിട്ടിക്കഴിയുമ്പോൾ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവസഭയുടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന ശമ്പളത്തിന്റെ 10% ഞാൻ ദശാംശം കൊടുക്കുമെന്ന് പറയുന്ന അനവധി ആളുകൾ അന്നും ഇന്നുമുണ്ട്. പക്ഷേ ജോലി ദൈവം കൊടുത്തു, 30,000 40,000 രൂപയൊക്കെ 50,000 രൂപയൊക്കെ ശമ്പളം മേടിക്കാതെ കൂടുതൽ വാങ്ങുമ്പോൾ ദശാംശം നോക്കുകയാണെങ്കിൽ 10 വെച്ച് 100-ന് 10% നോക്കുമ്പോൾ 50,000 രൂപ കിട്ടിയാൽ എങ്ങനെ പോയാലും ഒരു 5,000 രൂപ ദൈവസഭയ്ക്ക് തരണം. പ്രൈസ് നേർച്ച കൊടുക്കണം. അപ്പൊ 5,000 രൂപ സഭയ്ക്ക് കൊടുക്കണോ? ഞാൻ ഒരു മാസം ജോലി ചെയ്ത് അധ്വാനിച്ച് എനിക്ക് കിട്ടിയ സാലറി ഞാൻ 5,000 രൂപ മാസം കൊണ്ട് കൊടുക്കാൻ, സഭയിലെ പുരോഹിതന് കൊടുക്കുക, പള്ളിക്ക് കൊടുക്കാൻ, അവര് തിന്ന് കുളച്ച് മതിക്കാൻ ഞാൻ കൊടുക്കത്തില്ല. നേർന്നത് എന്താ? കിട്ടിയാൽ 10 കൊടുക്കാം, കിട്ടിക്കഴിഞ്ഞപ്പോഴെന്താ കൊടുക്കത്തില്ല. പിന്നെ സാലറി എത്രയുണ്ട് അത് പറയില്ല. സാലറി പോലും പറയാതെ ചോദിച്ചാൽ ദശാംശം കണ്ടിട്ട് നമ്മൾ ചോദിക്കാറില്ല. എങ്കിലും അവരെല്ലാം കളവ് കാണിക്കുക. 99 അല്ല 100% അത് തന്നെയാണ്. അനന്യാസും സാഫീരയ്ക്കും ഉണ്ടായിരുന്ന നിലം വിറ്റിട്ട് ആ വിലയിൽ കുറെ എടുത്തു വെച്ചിട്ട് പത്രോസിന്റെ അരികിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവോട് വ്യാജം കാണിച്ചത് കൊണ്ട് എന്ത് ചെയ്തു? അനന്യാസ് വീണ് മരിച്ചു. അത് കഴിഞ്ഞ് ആ സംഭവം ഒന്നും അറിയാതെ ഭാര്യ വന്നു, അവളും മരിച്ചു. ആദിമസഭയിൽ നിന്നുള്ള സംഭവമാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ഞങ്ങൾ മരിച്ചില്ലല്ലോ. നിങ്ങൾ മരിച്ചില്ലെങ്കിൽ നിങ്ങൾക്കുള്ള ദൈവം വെച്ചിട്ടുണ്ട്. അപ്പൊ നേർച്ച നേർന്നാൽ നേരാതിരിക്കുന്ന സാഹസ്യമായ നേർച്ചകൾ നമ്മൾ ചെയ്യണ്ട. മറ്റു മതങ്ങളെ ചിന്തിച്ചു നോക്കിയാൽ എന്ത് ചെയ്യും? സാഹസ്യമായ നേർച്ചകളാണ്. പ്രൈസോ. ഇപ്പൊ നമുക്കറിയാം, ഇന്നത്തെ നേർച്ച അലരിയ ഇറച്ചി മീനും കൂട്ടാതെ 4 തീരും ഭക്ഷിച്ച് 3 തീരും ഇഷ്ടം പോലെ മൃഷ്ടാന ഭോജനം വയറിന് കൊടുത്ത് നേർച്ച. എന്താ ഞങ്ങൾ നോമ്പായിരുന്നു, വ്രതമായിരുന്നു. എന്തിനാ നേർച്ചയാ? എന്ത് നേർച്ചയാ? ഇറച്ചി മീനും കൂട്ടിയിട്ട് ബാക്കി ഇഷ്ടം പോലെ തിന്നു കുളച്ച് മതിച്ചിരിക്കുക. എല്ലാം നുണയും വ്യാജമൊക്കെ പറയും. അല്ലേ? ഒരു വീട് വെക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു കേൾക്കാറുണ്ട്. വീട് കിട്ടിക്കഴിയുമ്പോൾ, സ്ഥലം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തെ മറന്നുപോകും. അല്ലേ? പലരും അങ്ങനെ കേട്ടോ, പലരും അങ്ങനെ. എന്റെ അനുഭവത്തിൽ 100 സംഭവങ്ങൾ പറയാറുണ്ട്. കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ, പ്രതിസന്ധിയുടെ കടന്നുപോയി, കടബാധിലൂടെ കടന്നുപോയപ്പോൾ, തലചായ്പാൻ ഇതുകൊണ്ട് ഭൂമിയില്ലാതെ, തലചായ്പാൻ ഒരു ഭവനമില്ലാതെ, ആമിലടി ജീവിതത്തിൽ ജോലിയില്ലാതെ നിരാശയുടെ ദുഃഖത്തിന്റെ നടിയിലൂടെ കടന്നുപോയ പല ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ, അവർക്ക് സാഹചര്യം മാറിക്കഴിയുമ്പോൾ ദൈവത്തെ മറന്നുപോയവരെ എനിക്കറിയാം. ദൈവമക്കളുടെ ഇടയിലുണ്ട്, എന്റെ സഭയിൽ തന്നെ ഉണ്ടായിരുന്നു. അല്ലേലിയ, സ്തോത്രം. അപ്പം എല്ലാവർക്കും ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി, ഭൗതിക നന്മകൾക്ക് വേണ്ടി സാഹസികമായ നേർച്ചകൾ കഴിക്കും. പ്രൈസ് ലോർഡ്. അല്ലേലിയ. ഞാനൊക്കെ അങ്ങനെ എന്റെ ചെറുപ്രായത്തിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വിഡിതരമായിരുന്നു. എനിക്ക് പിന്നെയാണ് മനസ്സിലായത് കേട്ടോ. എന്റെ കാര്യം പറയാം, നിങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. പ്രൈസ് ലോർഡ്. എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആന്തരികമായ ഇവിടുത്തെ ഭൗതിക വസ്തുക്കൾ കൊണ്ട് കൊടുത്ത് നമ്മൾ അങ്ങനെ നേർച്ച നേരുവാനല്ല ദൈവം നമ്മോട് പറയുന്നത്. പുതിയ നിയമത്തിൽ പറയുന്നത് നിങ്ങൾ തന്നെ ദൈവത്തിന് വഴിപാടാകണമെന്നാണ്. നിങ്ങൾ തന്നെ ദൈവത്തിന് നേർച്ചയാകണം. സ്തോത്രം. നമ്മുടെ ആടുമാട് കന്നുകാലികളോ നമ്മുടെ കൃഷിയിടത്തിലെ കാര്യങ്ങളോ നമ്മുടെ ജോലി നമ്മുടെ സമ്പത്തുകളോ ഒന്നും അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിനക്ക് ജോലി ചെയ്ത് കിട്ടുന്നതിന്റെ നിനക്ക് കിട്ടുന്ന നന്മയുടെ എല്ലാ ഭാവവും നീ ദൈവസഭയിൽ കൊടുക്കണം. ദൈവ വ്യവസ്ഥ നിയമം തന്നെ. അതിന് പ്രത്യേകിച്ച് നേർച്ച നേരണ്ട. പക്ഷേ നിങ്ങൾ ദൈവസനിൽ കടന്നു വരുമ്പോൾ ദൈവത്തിന് വഴിപാടായി, ദൈവത്തിന് യാഗമായി, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി കടന്നു വരണം. നമ്മളാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ നേർച്ച. ആ നേർച്ച എന്ന് ദൈവത്തിന് നാം നമ്മെ തന്നെ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നാം എടുക്കുന്ന തീരുമാനം, നാം എടുക്കുന്ന പ്രതിഷ്ഠ, നാം എടുക്കുന്ന സമർപ്പണം, അതിനകത്ത് നിന്ന് ലേശം പോലും മാറാൻ പാടില്ല. അങ്ങനെ മാറിയാൽ പാപമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയാൻ കാരണമായി തീർന്നത്. റോമർ ലേഖനം 12:1 വായിക്കുമ്പോൾ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയ്ക്കായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്ന ഒരു നേർച്ചയാണ്. എന്താ? ബുദ്ധിയുള്ള ആരാധനയ്ക്കായി എന്ന് പറഞ്ഞാൽ നിർജീവമായതിനെ, ആക്ഷരികമായതിനെ, ദൈവത്തോട് കാണിക്കുന്ന സാഹസ്യമായതിനെ
നേർന്നിട്ട് നേരാതിരിക്കുന്ന വ്യാജമായ നേർച്ചകളെയൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് ജനത്തെ കാണിപ്പിക്കാനുള്ള, ജനത്തെ പ്രകടമാക്കാനുള്ള നേർച്ചയൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് ദൈവത്തിന് ആത്മീയമായി നിന്റെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാനിപ്പം താമസിക്കുന്ന ഈ ദേശത്ത് ഒരു വീടുണ്ട്, പല വീടുകളുണ്ട്. അതിലൊരു സഹോദരി ചെയ്തൊരു പണി ഞാൻ പറയാം. എല്ലാ ദിവസവും നിങ്ങൾ വന്നാൽ കാണാം. അവർ രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ആ POC ബൈബിൾ, കത്തോലിക്കയിലുള്ളതാണ്, ആ ബൈബിളൊക്കെ എടുത്തിട്ട് ഉമ്മറത്ത് പോയൊരു കസേരയൊക്കെ ഇട്ടിരിക്കും, ഒരു കൊന്തയൊക്കെ പിടിച്ചിട്ടുണ്ട്. റോഡ് സൈഡാ വീട്. റോഡിൽ നിന്ന് പത്തടി പോലും ഇല്ല, 10 പൊട്ടിക്കും. അത്ര അടുത്ത റോഡും വീടും ഉമ്മറവും. ആ ഉമ്മറത്തിരുന്നുകൊണ്ട് ബൈബിൾ നോക്കുക, എഴുതി കുത്തി വരയ്ക്കുക, കൊന്തയുരുട്ടുക, ശബ്ദത്തിൽ പ്രാർത്ഥിക്കുക. ഇത് മറ്റുള്ളവർക്കെല്ലാം കാണണം, ഞാൻ ഭയങ്കര പ്രാർത്ഥനക്കാരിയാണ്, ഭയങ്കര നേർച്ച നേരും, ഞാൻ ഭയങ്കര വിശുദ്ധയാണ്, ഭക്തയാണെന്നൊക്കെ മനുഷ്യന്റെ മുമ്പിൽ ആ പ്രകടമാക്കുന്ന. ലൂക്കോസ് സുവിശേഷത്തിൽ 18 പറഞ്ഞത് പരീശന്റെ പ്രാർത്ഥന പോലെ പ്രാർത്ഥിക്കുന്നവരേറെയുണ്ട്, പരീശന്റെ നേർച്ച പോലെ. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങളൊരു പരീക്ഷ സ്ത്രീ ആണല്ലോ എന്ന് പറയാറുണ്ട്. എൻ്റെ ഏരിയ അവർക്കൊന്നും പറഞ്ഞാൽ ഒരു ചുക്കും അറിയത്തില്ലെന്നേ. കാരണം തലമണ്ടയിലൊന്നുമില്ല, കളിമണ്ണാണ് ചേറായിരിക്കുന്നത്, സുബോധത്തിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ ദൈവത്തെ പരിഹസിക്കുന്ന അനവധി നേർച്ചകൾ. ജോലി കിട്ടിക്കഴിയുമ്പോൾ, സാലറി കിട്ടിക്കഴിയുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട ദശാംശം കൊടുക്കാതെ, നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ നന്മകളുടെ വിഹിതം നിങ്ങൾ കർത്താവിന് കൊടുക്കാതെ, നിങ്ങൾക്ക് തന്ന സൗഖ്യത്തിന്, നിങ്ങൾക്ക് സമാധാനം, നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കുമ്പോൾ, അവർക്ക് വിദേശത്തിൽ ലഭ്യമാകുമ്പോൾ, പഠനത്തിൽ ജയിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തോട് ചേർന്ന നേർച്ചകൾ, തീരുമാനം, സമർപ്പണം, പ്രതിഷ്ഠയിൽ നിങ്ങൾ വഴിതെറ്റിപ്പോകുന്നു. ഹല്ലേലൂയ. നമ്മൾ ഈ സ്തോത്രം 7 നമ്മൾ ഈ ദീർഘ നാള് യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ചേ. ക്രൈസ്തവ സമൂഹം 50 ദിവസം, 10 ദിവസം യേശുവിനെക്കാട്ടി വലുതാണ്. എന്നിട്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. അവരെ പഴയതുപോലെ തന്നെയാണ്. പ്രൈസ്. എന്നെ കേൾക്കുന്ന ഒരു നേർച്ച എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിനകത്ത് അഭിവൃദ്ധി പ്രാപിക്കാനാണ്, ജീവിത വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവത്തോട് കൂടെ ഇരിക്കാനാ, ദൈവത്തോട് കൂടെ വസിക്കാനാ, ദൈവത്തോട് കൂടെ വാസം ചെയ്യാനാ, ദൈവത്തോട് കൂടെ നടക്കാനാ, ദൈവശബ്ദം കേൾക്കാനാ, ദൈവഹിതം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നാം നമ്മളെ തന്നെ നേർച്ചയായിട്ട് ദൈവത്തിന് കൊടുക്കുന്നത്. അവിടെ ഭൗതിക നന്മയല്ല ദൈവം ആഗ്രഹിക്കുന്നത്, രക്തചയം. ഈ കാണുന്ന മുഴുവൻ ലോകത്തെ സൃഷ്ടിച്ച് ഈ ഭൂമി സകല വൃക്ഷങ്ങളിലും ഫലങ്ങളും തരുന്നത്, സകല വൃക്ഷലതാദികളും അതതിൻ്റെതായ ഫലം തരികയും എല്ലാ സസ്യങ്ങളും അതിൻ്റെതായ പുഷ്പങ്ങളെ പുറപ്പെടുവിക്കുകയും, ഹല്ലേലൂയ, ഭൂമിയിൽ നിന്ന് വീണ്ടുന്ന നന്മകളെല്ലാം തരുന്നത് ദൈവമാണ്. നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ദൈവം അനുവദിക്കാത്ത പക്ഷം ഒന്നും വിളവ് തരത്തില്ല. ഇത്രയും വിളവ് തരുന്ന, ഇത്രയും നന്മ തരുന്ന ദൈവത്തിന്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ കൊടുക്കുന്ന ആശ്ചര്യമായ നേർച്ചകളെല്ലാം നാം ആവർത്തിച്ച പോലെ നമ്മളെ പൂർണ്ണമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ജീവിത വിശുദ്ധി. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, ഹല്ലേലൂയ, ദൈവം വിശുദ്ധനാണ്, ദൈവം വിശുദ്ധനായിരിക്കും, നിങ്ങൾ വിശുദ്ധനായിരിക്കണം, ഞാൻ വിശുദ്ധനായിരിക്കുന്നപ്പോൾ നിങ്ങൾ വിശുദ്ധനായിരിക്കണമെന്ന് 1 പത്രോസിന്റെ 16 കാണുന്നുണ്ട്. അപ്പൊ യാക്കോബ് ഒരു പ്രതിഫലം നോക്കിക്കൊണ്ടാണ് നേർച്ച. പക്ഷെ പ്രതിഫലം നോക്കാതെ നേർച്ച തരണം. അതിന് ജഡത്തിലെ ആത്മാവിലെ സ്ഥല കൺവെൻഷൻ നീക്കിക്കളഞ്ഞിട്ട് വിശുദ്ധിയെ തികച്ചുകൊണ്ട്, ദൈവത്തിന്റെ വിശുദ്ധിയെ തികച്ചുകൊണ്ട് നമ്മളെ സമർപ്പിക്കണം. നമ്മൾ ദൈവത്തിനൊരു വഴിപാടായി മാറണം. നമ്മൾ ദൈവത്തെ, നമ്മുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവരാണ് ദൈവത്തിന് അനുഗ്രഹിക്കപ്പെടുന്നത്. അപ്പൊ ഇവിടെ നേർച്ച എന്ന് പറയുന്ന വാക്കിന് തീരുമാനം, പ്രതിഷ്ഠ, സമർപ്പണം തുടങ്ങിയ പദങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ അല്ലെങ്കിൽ അഥവാ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ മുന്നേറണമെങ്കിൽ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കണം. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ മുന്നേറണമെങ്കിൽ ഉപേക്ഷിക്കേണ്ടതായ കാര്യങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കണം. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുവിൻ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഒക്കെ തിരുവെഴുത്ത് പറയുന്ന കാര്യങ്ങളാണ്. ഗലാത്യലേഖനം 5:24, റോമാലേഖനം 13:11 വായിച്ചാൽ കാണാൻ കഴിയും. ചേർക്കുവാനുള്ളതിനെ നിങ്ങളുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കണം. ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് ചേർത്ത് പിടിക്കണം.
ലോകത്തിന്റെ മോഹങ്ങളും ലോകത്തിന്റെ ഇഷ്ടങ്ങളും ലോകത്തിന്റെ ഇമ്പങ്ങളും ഈ ലോക ജഡിക സുഖങ്ങൾ ഇവിടുത്തെ വലിയ ഭൂമിയിൽ ലഭിക്കുന്ന ജഡത്തെ പ്രസാദിപ്പിക്കുന്ന എല്ലാ ജഡസുഖങ്ങളെ മാറ്റിവെച്ചിട്ട് ഉയരത്തിൽ നിന്നുള്ളത് പ്രാപിക്കുവാൻ നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കണം. ദൈവത്തെ ചേർത്ത് പിടിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളെ ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ. നമ്മുടെ നേർച്ച എന്തായിരിക്കും? നമ്മൾ തന്നെയായിരിക്കും, നമ്മൾ തന്നെ വഴിപാടായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ തന്നെ ഒരു നേർച്ചയായി, നമ്മൾ തന്നെ ഒരു വഴിപാടായി നാം ദൈവത്തിന് വിശുദ്ധിയോടുകൂടി നിന്നാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ജീവിതം സമൃദ്ധിയിലേക്ക് വരും. നിന്റെ ആവശ്യങ്ങളെല്ലാം ദൈവം നടത്തി തരും. നീ ഏത് ഭാഗത്ത്, ഏത് സാഹചര്യത്തിൽ, ഏത് ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്, നിന്റെ സങ്കടം എന്താണ്, നിന്റെ കണ്ണുനീരെന്താണെന്ന് നിന്നെ നന്നായിട്ട് അറിയുന്നവൻ, നിന്റെ നിരൂപണങ്ങളൊക്കെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന യേശു നിന്റെ ജീവിതത്തിൽ സ്ഥിതിക്ക് മാറ്റം തരും. ഹല്ലേലൂയ. നിങ്ങൾ ആവർത്തന പുസ്തകം 28 അധ്യായം 1 തൊട്ട് 14 വരെ വാക്യങ്ങൾ വായിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളെ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് നിങ്ങൾ എടുക്കുന്ന തീരുമാനം അത് നിങ്ങൾ കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പാപമാണ് ചെയ്യുന്നത്. ദൈവത്തെ പരിഹസിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കണം, ദൈവത്തിന് കൊടുക്കണം. ഹല്ലേലൂയ. നമ്മളെ പൂർണ്ണമായിട്ട് കൊടുക്കണം. ഹല്ലേലൂയ. ഇവിടെ യാക്കോബ് നേർന്ന നേർച്ച, ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യമത്തോടെ മടക്കി അയക്കുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും എന്ന് പറഞ്ഞ ഒരു നേർച്ച. എല്ലാം പ്രതിഫലം നോക്കിക്കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, പ്രതിഫലം നോക്കാതെ ദൈവത്തോട് നേർച്ച നേടണം. പ്രതിഫലം നോക്കാതെ നമ്മൾ ദൈവത്തിന് നമ്മെ സമർപ്പിച്ചു കൊടുക്കണം. ഭൗതിക നന്മകളല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിന്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് ദൈവം അറിയുന്നു. നിന്റെ വീട്ടിനകത്ത് എന്തെല്ലാം നിനക്ക് വേണം, നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം വേണം, നിന്റെ തലമുറ എങ്ങനെ അനുഗ്രഹിക്കണം, നിന്നെ എങ്ങനെ അനുഗ്രഹിക്കണം, നിന്റെ കുടുംബത്തെ എങ്ങനെ അനുഗ്രഹിക്കണം എന്നൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ആ അനുഗ്രഹങ്ങൾ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരണമെങ്കിൽ നിങ്ങൾ ദൈവത്തിന് തന്നെ ഒരു നേർച്ചയായി മാറണം, വഴിപാടായി മാറണം, യാഗമായി മാറണം. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് ദൈവം നിന്നെ പ്രസാദിക്കുന്നത്. അതുകൊണ്ടാണ് വചനം, ഈ ലോകത്തിന് അരുവരായി തീരാതെ ലോകത്തിൽ ചെയ്യുന്ന നേർച്ചകൾ, ഇവിടുത്തെ ക്രൈസ്തവ മത വിശ്വാസികൾ, വിവിധ മതങ്ങൾ ചെയ്യുന്ന നേർച്ചകൾ, അതിനെ നീ കണ്ടിട്ട് ഈ ലോകത്തിന് അന്വരായി തീരാതെ നന്മയും പ്രസോദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന് അന്വരാകരുത്. പുതിയ നിയമസഭയോട് പറയട്ടെ, ദൈവമക്കളോട് പറയട്ടെ, ഈ ലോകം കാണിക്കുന്നത് കണ്ട് നീ കാണിക്കരുത്. ലോകം പലതും കാണിക്കും, അത് കണ്ട് നീ അതേ പാതയോടെ പോകരുത്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയ്ക്കായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി എല്ലാ ദിവസവും ദൈവത്തിന് നേർച്ചയായിട്ട് കൊടുക്കണം, സമർപ്പിക്കണം. നമ്മളാണ് ദൈവത്തിന്റെ വലിയ നേർച്ച എന്നൊക്കെ പറയുന്നത്. ചില കഷ്ടപ്പാടൊക്കെയാണ്. ഹല്ലേലൂയ. അങ്ങനെ എല്ലാ ദിവസവും കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ പറ്റുമോ? നമുക്കറിയാം, ആദിമസഭ കൂടി വന്നപ്പോഴെല്ലാം അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. തിരുവത്താഴ്ച കത്രമേശ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ സഭകളിൽ അത് അനുഭവം നിന്നുപോയി. ഇന്നത്തെ സഭകളിൽ മാസത്തിൽ 3 ദിവസം, അവസാനത്തെ 3 ദിവസം ഉപവസിപ്പിച്ച് പ്രാർത്ഥിച്ച് ആമേൻ അന്നത്തെ കത്രമേശ കൊടുക്കുന്നത്. ഹല്ലേലൂയ. കാരണം 27, 28 ദിവസമൊക്കെ അങ്ങ് പാപം, ചിലമാസം 31 ചിലമാസം 30. ബാക്കിയുള്ള ദിവസം എങ്ങനെ ജീവിച്ചു? അവസാനം 3 ദിവസം ശുദ്ധീകരണം, വീണ്ടും പഴയതുപോലെ തന്നെ. ഹല്ലേലൂയ. കൂടി വരുമ്പോഴൊക്കെ എല്ലാ ആഴ്ചയിലും കൂടി വരുന്ന ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായിട്ട് നിങ്ങൾ വരുമ്പോൾ അവിടെ അപ്പോസ്തലന്മാർ കാണിച്ചു തന്ന കൂട്ടായ്മ, അപ്പം നുറുക്കൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് ചില സഭയിലെ പാസ്റ്റർമാർ എല്ലാ ആഴ്ചയിലൊന്നും വേണ്ട, എല്ലാ ആഴ്ചയൊന്നും പറ്റത്തില്ല. ചില വിശ്വാസം എല്ലാ ആഴ്ചയിലും വേണ്ട. ഹല്ലേലൂയ. ഞങ്ങളുടെ സഭയില് 1.5 ആഴ്ച അത്ര ബസ്സിയാണ്. ഹല്ലേലൂയ. പക്ഷേ അങ്ങനെ വേണ്ട പാസ്റ്റർ, മാസത്തിലൊന്നും മതി എന്ന് പറഞ്ഞാൽ, മാസത്തിൽ ഒന്ന് മതി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ദിവസവും ഇവന് ഇഷ്ടം പോലെ ജീവിക്കാവുന്ന. എന്ത് അശുദ്ധി, എന്ത് നികൃഷ്ടമായതും ചെയ്ത് എന്ത് നീചമായ കാര്യങ്ങൾക്കകത്തും പോകാം. ആഴ്ചയിൽ ദൈവസഭയിൽ അപ്പോസ്തലന്മാർ കൂടി വന്നപ്പോൾ അപ്പം നുറുക്കിയതുപോലെ നാമും കർത്താവിന്റെ വരവിനെ കുറിച്ച് ഓർക്കുന്ന മകരീയമായി ശുശ്രൂഷ ചെയ്യുമ്പോൾ
ഓരോ ആഴ്ചയിലും ദൈവത്തിന് നമ്മെ തന്നെ പുതുക്കി നേർച്ചയായി സമർപ്പണമായി പ്രതിഷ്ഠയായിട്ട് കൊടുക്കുകയാണ്. അല്ലേ? അതിനൊക്കെ ഇന്നത്തെ സഭ പരാജയപ്പെട്ടു പോയി. സഭയ്ക്കകത്ത് ഉപദേശം ആമേലടിയ നിന്നുപോയി. അല്ലേലിയ. ഇന്ന് ഈ കണ്ടതും കേട്ടതും, പണ്ട് റേഡിയോയിൽ കണ്ടതും കേട്ടതും പരിപാടി, ഇപ്പൊ റേഡിയോ ഒക്കെ കേട്ടിട്ട് വർഷങ്ങളായി റേഡിയോയുടെ പരിപാടി കേൾക്കാറില്ല. അന്ന് കണ്ടതും കേട്ടതും ഒക്കെ പറഞ്ഞ ചെറുപ്പകാലത്ത് കേട്ടോ, അന്ന് പറഞ്ഞിട്ട് ഇന്ന് കണ്ടതും കേട്ടതും ഇവിടുത്തെ ന്യൂസ് പേപ്പറിലും ടി വിയിലും യൂട്യൂബിലും ഒക്കെ നടക്കുന്നത്, ചാനലിലൊക്കെ നടക്കുന്നതും പൈകിളിക്കഥകളൊക്കെയാണ് സഭയിൽ ഇന്ന് പ്രസംഗിക്കുന്നത്. എൻ്റെ ഒരു യഥാർത്ഥത്തിൽ ദൈവത്തിന് നേർച്ചയായി സമർപ്പിക്കപ്പെട്ടവൻ, വഴിപാടായി ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവൻ, ദൈവത്തിന് യാഗമായി സമർപ്പിച്ച് ദൈവത്തിന് എന്നെ തന്നെ നേർച്ചയായി ഞാൻ കൊടുത്താൽ ഞാൻ ദൈവത്തിന് പ്രസാദമുള്ളതേ ചെയ്യുള്ളൂ. എൻ്റെ തീരുമാനം, എൻ്റെ പ്രതിഷ്ഠ, എൻ്റെ സമർപ്പണം ദൈവത്തിനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിശുദ്ധിയിലേക്ക് മടങ്ങി വരണം. ഇവിടെ ദൈവത്തിന് വചനം വായിക്കാൻ കാണാൻ കഴിയുന്നത് ലേലിയ. പ്രൈസ് ദി ലോർഡ്. സാധാരണ പ്രാർത്ഥനയും നേർച്ച നേർന്നുകൊണ്ടുള്ള പ്രാർത്ഥനയും ഉണ്ട്. നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ നേർച്ചയുടെ കർത്താവും ഒരു നിയമത്തിന്റെ വ്യക്തിയായി മാറുന്നു. അല്ലേരിയ. നിങ്ങൾ സാധാരണയായി നേരുന്നതും അല്ലേരിയ. ആമേ സ്തോത്രം. അല്ലേരിയ. ആമേനുണ്ട്. നിങ്ങൾ നേർച്ച നേരുമ്പോൾ അല്ലേരിയ. സാധാരണയുള്ള പ്രാർത്ഥനയുണ്ട്, നേർച്ച നേർന്നുള്ള പ്രാർത്ഥനയും നിങ്ങൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം നിങ്ങളോട് ഉടമ്പടി ചെയ്യുന്നുണ്ട്. അല്ലേരിയ. സ്തോത്രം. ആ നേർച്ച പ്രകാരം നിങ്ങളുടെ ഉയർച്ചയിൽ കർത്താവിന് ഒരു പങ്കുണ്ട്. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ ഉയർച്ചയിൽ കർത്താവ് നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മയിൽ കർത്താവിന് ഒരു പങ്കുണ്ട്. അല്ലേലൂയ. സ്തോത്രം. നേർച്ച നേർന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നേർച്ച നേർന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എല്ലാത്തിനും നേർച്ച നേരുക. അല്ലേലൂയ. നിങ്ങൾ ഓടിപ്പോയി നിങ്ങളുടെ കപ്പയുടെ മുമ്പിൽ കൊണ്ടുവന്ന് 2 രൂപയോ 5 രൂപയോ ഇട്ടത് കൊണ്ട് നിങ്ങൾക്ക് പ്രസാദം ലഭിക്കത്തില്ല. ദൈവത്തിന് പണത്തിന് ആവശ്യമില്ല. ഞാനൊക്കെ പണ്ട് എവിടെ പോയാലും നേർച്ചയിടുമായിരുന്നു, ഈ വണ്ടിയിലൊക്കെ പോകുന്ന സമയങ്ങളിലൊക്കെ. അല്ലേലിയ. അന്നൊക്കെ എവിടെ കുരിശുപള്ളി കണ്ടാലും കാണിക്കുകയും ചെയ്യും. അപ്പം ജാതി മതം നോക്കുക, അതെല്ലാം കാണിക്കുകയും ചെയ്യും, പൈസ തരും. പക്ഷെ അതുകൊണ്ടൊന്നും പ്രയോജനമുണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ വിശ്വാസമാണ് കേട്ടോ, നിങ്ങളുടെ വിശ്വാസം എനിക്കറിയില്ല. കാരണം ദൈവത്തിന് അതിന്റെ ആവശ്യമില്ല. ദൈവം ഇങ്ങോട്ട് തരുന്നവനെ, സ്വർഗത്തിലെ സകല അനുഭവം അനുഗ്രഹത്താൽ നമ്മെ നിറയ്ക്കുന്നവനെ പിന്നെ എന്തിനാ നമ്മൾ ദൈവത്തിന് പൈസ കൊടുക്കുന്നത്? ഈ പൈസയുടെ ദൈവമല്ലേ നമുക്ക് തരുന്നത്. പിന്നെ ഈ ഇടുന്നതൊക്കെ എന്ത് ചെയ്യും? അത് സഭയുടെ കാര്യാദികൾക്ക് വേണ്ടി. അതിനകത്ത് ഇന്ന് മാത്രം വഞ്ചന ചതിവ നടക്കുന്ന ദൈവസഭയ്ക്ക്, അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും ഓരോ സമുദായത്തിന്റെയും ഓരോ മതവിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന നേർച്ച കാഴ്ചകൾ എത്ര ലക്ഷങ്ങളെ തട്ടിയെടുക്കുന്നത്. ദൈവത്തിന്റെ പേരും തട്ടിയെടുക്കുക. എന്നോട് കഴിഞ്ഞൊരു സഹോദരൻ പറഞ്ഞു, എന്റെ മാസം കോടിക്കണക്കിന് രൂപയാണ് ഞങ്ങളുടെ ആലയത്തിൽ വരുന്നത്. അതിന്റെ നോട്ടക്കാരും അതെടുക്കും, ഭയങ്കര തട്ടിയെടുപ്പാ. കണ്ടോ, ദൈവത്തിന് കൊടുത്ത് തട്ടിയെടുക്കുക. അങ്ങനെയൊക്കെയാ ഭൂമിയിൽ കേട്ടോ. ഞാൻ വിവാഹങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഏതൊക്കെയാണെന്ന്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ കയ്യിൽ തട്ടിപ്പറിച്ചെടുക്കരുത്, പിടിച്ചു പറിച്ചു മേടിക്കരുത്, അപഹരിച്ചെടുക്കരുത്, ദൈവത്തെ മോഷ്ടിക്കരുത്. ദൈവത്തെ മോഷ്ടിച്ച, ദൈവസനിൽ മോഷണം നടത്തിയ അനന്യാസും സാഫിരിയും വീണു മരിച്ച റോതാവേ, നിനക്കൊരു നാൾ ദൈവത്തിന്റെ ന്യായവിധി വരുന്നുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, നിങ്ങൾ നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് പറയുന്നില്ല. അതേസമയം നിങ്ങൾ നേർച്ചയോടുകൂടിയ പ്രാർത്ഥനയെ നിസ്സാരമായി കർത്താവ് കരുതത്തില്ല. നിങ്ങളെ നേർച്ചയുടെ പ്രാർത്ഥനയെ നിസ്സാരമായി കർത്താവ് എല്ലായിടത്തും വിശ്വസന. നിങ്ങളെല്ലായിടത്തും അവിശ്വസന. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് ഇപ്രകാരം നേർച്ച നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നുമില്ലാത്തവനായി വെറും വടിയോടുകൂടിയാണ് പ്രാർത്ഥിച്ചത്. യാക്കോബ് ഈ നേർച്ചയൊക്കെ തരുമ്പോൾ യാക്കോബിന്റെ കയ്യിൽ ഒന്നുമില്ല, ഒരു വടി മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒരു വടി മാത്രം. ഓർത്തേക്ക് വേദപുസ്തകം അനവധി നേർച്ചയുടെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് ദശാംശം കൊടുക്കുന്നതിനുള്ള യാക്കോബിന്റെ നേർച്ചയാണ് നമ്മൾ വായിച്ച ഭാഗം. ഹല്ലേലൂയ. തനിക്കൊരു മകനെ നൽകിയാൽ അവനെ ജീവപര്യന്തം യഹോവയ്ക്ക് സമർപ്പിക്കുമെന്നുള്ള ഹന്നയുടെ നേർച്ച ഹന്ന പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അവൾക്കൊരു പുരുഷ സന്താനത്തെ കൊടുത്താൽ അവന്റെ മരണം വരെ ദൈവത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞ നേർച്ച ഹന്ന ശമൂവേലിനെ അവൻ ദൈവാലയത്തിന് വിട്ടുകൊടുത്തു. ഹല്ലേലൂയ. ഏൽക്കാനയുടെ വർഷാന്തരയാകവും നേർച്ചയും യഹോവയ്ക്ക് ഒരു ആലയം പണിയുവാനുള്ള ദാവീദിന്റെ
നേർച്ചയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മഹാമത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും മോചനം ലഭിച്ചാൽ യഹോവയ്ക്ക് യാഗമർപ്പിക്കാനുള്ള യോനയുടെ നേർച്ച, യോനയുടെ പുസ്തകം, അങ്ങനെ വിവിധ നേർച്ചകളെ കുറിച്ച് കാണാൻ കഴിയും. പല നേർച്ചകളാണ്. പക്ഷെ യാക്കോബ് പ്രാർത്ഥന ഒരു വടി മാത്രം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എങ്കിലും നമ്മൾ വിശ്വസ്തനായിരിക്കണം. അതുകൊണ്ടാണ് യാക്കോബ് ഈ നേർച്ച ഒരു വടിയോടുകൂടി മാത്രമാണ് യാക്കോബ് നേർച്ച നേർന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 32:10 വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: യഹോവയെ അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും അല്ലെങ്കിൽ ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്. ഇപ്പോഴും ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. എന്റെ സഹോദരനായ യേശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പക്ഷെ അവൻ വന്ന് എന്നെയും എന്റെ മക്കളോടുകൂടെ തള്ളുകയും നശിപ്പിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു വടിയോടുകൂടി യോർദാൻ കടന്നുപോയ യാക്കോബ് മടങ്ങി വരുമ്പോൾ 2 കൂട്ടമായിട്ടാണ് വരുന്നത്, വലിയ കൂട്ടമായിട്ടാണ് വരുന്നത്. അത്രമാത്രം ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരു പ്രതിഫലം നോക്കി യാക്കോബ് നേർച്ച നേർന്നെങ്കിലും ദൈവം അത് മാനിച്ചെന്നുള്ളതാണ്. അതിനുവേണ്ടി യാക്കോബ് ദൈവത്തിന് നിന്നുകൊടുത്തു. അല്ലെങ്കിൽ ലാബാന്റെ വീട്ടിൽ 20 വർഷം അല്ലയ ഒരു പ്രവാസിയെ പോലെ അടിമയെ പോലെ നിൽക്കേണ്ടി വന്നു. ദൈവം യാക്കോബിന്റെ പ്രാർത്ഥന കേട്ടു. ഒരു വടിയോടുകൂടി അല്ലേലിയ, ഒരു വടിയോടുകൂടെ യോർദാൻ കടന്നവൻ അല്ലേലിയ, യഹോവേ എന്നെ അടിയനോട് കരുണ കാണിച്ച് സകല ദയയ്ക്കും ഞാൻ വിശ്വസതയ്ക്കും ഞാൻ അപാത്രമത്തെ. ഒരു വടിയോടുകൂടി മാത്രമല്ലോ ഞാൻ യോർദാൻ കടന്നത്. ഇപ്പോൾ 2 കൂട്ടം എന്ത് സന്തോഷമല്ലേ. അത് ദൈവത്തിന് നിങ്ങൾ കൊടുക്കുമ്പോഴാണ് പ്രിയരെ ദൈവം നിങ്ങളുടെ പ്രസാദമായി മാറുന്നത്. ദൈവത്തിന് കൊടുക്കുന്നതിൽ ലേവ്യ പുസ്തകം 1:1 താഴോട്ട് വായിച്ചു. ദൈവത്തിന് യാഗമർപ്പിക്കുമ്പോൾ ഊനമായത് ഊനമായതിനെ കൊടുക്കരുതെന്ന്. ദൈവത്തിന് നിങ്ങളുടെ ഇന്നത്തെ കാലഘട്ടം നിങ്ങൾ നേർച്ച 1 രൂപ തൊട്ടിന്റെ 5 രൂപ തൊട്ടും 5 രൂപ തൊട്ടും 10 രൂപ തൊട്ടും അല്ല ദൈവസഭയ്ക്ക് കൊടുക്കേണ്ടത്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ മടിയന്മാരായതുകൊണ്ട് അലസന്മാരായ ദൈവത്തിന് കൊടുക്കാൻ മടിയുള്ളവരായതുകൊണ്ടാണ് ഇന്നും ദൈവസനയില് ചില്ലറ പൈസ കൊണ്ടിടുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കുന്ന നിങ്ങൾക്ക് ലഭിച്ച നന്മയുടെ 10% കൊടുക്കണം. ദൈവത്തിന് കൊടുക്കുമ്പോൾ ഈ പാസാർത്തിയുള്ളവരാ. അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചാലും കുഴപ്പം. ഞാൻ ആരോടും ഒന്നും ചോദിക്കാറില്ല, ആരോടൊന്നും അപകരിക്കാറ്, ആരോടൊന്നും പിടിച്ചു മേടിക്കാറില്ല. ദൈവം അറിഞ്ഞു തരുന്നത് മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിലുള്ളൂ. അതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ പറയാം. പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതിലെല്ലാം നിങ്ങൾ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് പ്രസാദമാകുന്ന ദശാംശം കൊടുക്കണം. ഹല്ലേലൂയ. ഇവിടെ യാക്കോബ് പറയാണ്, ഒരു വടിയോടുകൂടി മാത്രം വന്ന യാക്കോബ് ഇപ്പം 2 കൂട്ടം. യാക്കോബ് പ്രാണഭയത്തിലായപ്പോൾ അവൻ ഹൃദയം നുറുങ്ങി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് താൻ അയോഗ്യനാണെന്നുള്ള വാസ്തവം യാക്കോബ് തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വെളിപ്പെടുത്തുക. ഒരു വടിയോടുകൂടി മാത്രം താൻ ദൈവത്തിന്റെ അയോഗ്യനാണ്. ദൈവം എന്ന യാക്കോബിനോട് കരുണ കാണിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവ്, എന്നെ കേൾക്കുന്ന സഹോദര, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നീ അയോഗ്യനായിരുന്നിട്ടും ദൈവം നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ട് നിന്നെ മാനിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ യോഗ്യമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ നീ ദൈവത്തോട് വ്യാജം കാണിക്കരുത്, ദൈവത്തെ അപഹരിക്കരുത്, ദൈവത്തെ മോഷ്ടിക്കരുത്, ദൈവത്തെ അപമാനിക്കരുത്. നീ നേർച്ച ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുക്കണം. ഹല്ലേലൂയ. നീ ഒരു പിശുക്കനെ പോലെയാണിത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ദൈവത്തിന് പറയുന്നത് ഹല്ലേലൂയ, ദൈവത്തിന്റെ സഹായമില്ലാതെ തനിക്ക് രക്ഷപ്പെടുവാൻ കഴിയില്ലെന്ന് സമ്മതിച്ച് അവ സമ്പൂർണമായി ദൈവത്തെ സമർപ്പിക്കുക. യാക്കോബേ, ദൈവത്തിന്റെ സഹായമില്ലാതെ തനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല, ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കർത്താവേ, അങ്ങയുടെ സഹായം എനിക്ക് ആവശ്യമാണ്. ഭൂമിയുടെ പൂർണ്ണതയും അങ്ങേക്ക്, ഭൂതലവ നിവാസികളും അങ്ങയുടേതാണ്. ഈ കാണുന്ന ഭൂമിയിലുള്ളതെല്ലാം നിന്റേതാണ്. കരയിലും കടലിലും കാട്ടിലുള്ളതും ആകാശങ്ങളിൽ പറന്ന് നടക്കുന്ന സകലവും, സമുദ്രത്തിലെ അസംഖ്യ ജന്തുക്കളും മത്സ്യങ്ങളും എല്ലാം നിന്റേതാണ്. ഭൂമിയിൽ നിന്നെല്ലാം ഫലവൃക്ഷങ്ങൾ ഫലം പുറപ്പെടുക, അതെല്ലാം നിന്റേതാണ്. നിന്റെ അനുഗ്രഹമില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണമേ.
യാക്കോബിന്റെ നേർച്ച ദൈവം കേട്ടവനെ രണ്ടു കൂട്ടമാക്കി മാറ്റിയെങ്കിൽ പുതിയ നിയമസഭയോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും കർത്താവ് നിന്നെ നിറയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നീ ദൈവത്തോട് നേർന്നാൽ അത് നിവർത്തിക്കണം. ദൈവത്തിന് നേർച്ച നേർന്നാൽ നിവർത്തിക്കാതിരിക്കുന്നത് പാപമാണ്. അതാണ് എന്റെ ജീവിതത്തിന്റെ പല പരാജയങ്ങളും. രക്തം ചെയ്യാം പ്രൈസറോ. ചില ഈ വർഷാന്തര മീറ്റിംഗ് നടക്കുമ്പോൾ വന്നിട്ട് പറയും, ഡിസംബർ മാസം 30 രാത്രി, കർത്താവ് ഈ അടുത്ത വർഷം, അടുത്ത ജനുവരി 1 തൊട്ട് ഈ ഒരു വർഷം എന്റെ ആരാധന മുടങ്ങാതെ, പ്രാർത്ഥന മുടങ്ങാതെ, സഹായവും മുടങ്ങാതെ എനിക്ക് എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് പോകാൻ ഞാൻ തീരുമാനമെടുക്കുക, സമർപ്പിക്കുന്നു. ആര് ശത്രുക്കളില്ല, എല്ലാവരും മിത്രങ്ങളെക്കാണോ കൊടുക്കുന്നതിൽ ആമയ്ക്ക് ലഭിക്കുന്നതെല്ലാം പ്രധാനം കൊടുക്കുവാൻ, ശംസ കൊടുക്കുവാൻ സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തീരുമാനമെടുക്കും. പക്ഷേ ആ പുതുവർഷത്തിന്റെ ആദ്യ ഞായറാഴ്ച തന്നെ ദശാംശം കൊടുക്കത്തില്ല, സ്വതകാഴ്ച എടുത്തില്ല, എടുത്ത തീരുമാനം വ്യതിചരിച്ച് സഭായോഗത്തിനും പോകത്തില്ല. പിന്നെ ബന്ധുഭവനത്തിൽ കയറിയിറങ്ങി ടൂറ് പോയും പിന്നെ പലതും പറഞ്ഞ് പലരും പരവഴിക്കുക. ദൈവത്തോട് കാണിക്കുന്ന വ്യാജ നേർച്ചകളെ, വ്യാജമായ വഴിപാടുകളെ ദൈവം വെറുക്കുന്നു. നീ സത്യസന്ധമായി നിൽക്കണം. ദൈവത്തോട് പറഞ്ഞതുപോലെ ചെയ്യണം. പ്രൈസ്. ജീവിത വിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വിശുദ്ധിയില്ലാത്ത അശുദ്ധിയുള്ളവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഒരശുദ്ധന്റെയും പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. അതുകൊണ്ടാണ് വേദം പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. എന്നും ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നതെന്ന് നമ്മൾ സുവിശേഷത്തെ വായിക്കുന്നത്. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. പ്രൈസ്. രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും സ്നാനപ്പെട്ടവരാണെങ്കിലും ദൈവസഭയിൽ നിൽക്കുന്നവരാണെങ്കിലും പലരും പാപികളാണ്. കാരണം ദൈവത്തോട് നീതി പുലർത്താറില്ല. ഹല്ലേലൂയ. നിങ്ങൾ മടങ്ങി വരണം കേട്ടോ. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. നമ്മൾ നിത്യതയിലേക്ക് ചേർക്കപ്പെടാൻ, സ്വർഗരാജ്യത്തേക്ക് ചേർക്കപ്പെടാൻ സമയമായി. രൂപാന്തരം പ്രാപിക്കാൻ സമയമായി. കാഹളനാദം നിങ്ങൾ കേൾക്കണമെങ്കിൽ ആത്മാവുരുക്കമായിരിക്കണം. ജീവിത വിശുദ്ധിയോടെ ദൈവത്തിന് പ്രസാദവും പ്രസാദമുള്ള യാഗമായി, വഴിപാടായി നിന്നെ സമർപ്പിക്കണം. നീ ഒരു നേർച്ചയാകണം. നീ കൊടുക്കുന്ന ഭൗതികമായ കാര്യങ്ങളിലല്ല ദൈവം പ്രസാദിക്കുന്നത്, നിന്റെ ഉള്ളിലാണ് ദൈവം പ്രസാദിക്കുന്നത്. രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത്, ഹല്ലേലൂയ, കുടുംബത്തിന്റെ സംരക്ഷണം അനിവാര്യമായപ്പോൾ അവൻ ദൈവസന്നിധിയിൽ തന്നെത്താൻ സമർപ്പിച്ചു. ദൈവം യാക്കോബിന്റെ പ്രാർത്ഥന കേട്ട് ഏശാവിന്റെ കയ്യിൽ തന്നെ വിടുവിക്കുന്നുള്ള കുടുംബത്തിന്റെ സകല ഉത്തരവാദിത്തങ്ങളും ദൈവം ഏറ്റെടുത്തപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, യാക്കോബ് ദൈവസന്നിധി തന്നെ സമർപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിലും കൃപയിലും ആശ്രയിച്ച് ദൈവത്തിന്റെ മനസ്കതയ്ക്കായി യാക്കോബ് പ്രാർത്ഥിക്കുകയാണ്. താൻ ഒന്നുമില്ലാത്തവനായി, ഹല്ലേലൂയ, വന്നു എന്ന കാര്യം ഏറ്റു പറയുക. എന്നെ കേൾക്കുന്ന മാതാപിതാവി, ഒന്നുമില്ലാത്തവനായി നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നു. അമ്മയുടെ ഉദരത്തിൽ നഗ്നനായി ഭൂമിയിലേക്ക് വന്നു. ഈ ഭൂമി നിനക്കുന്നുള്ള എല്ലാ ഭൗതിക സ്വത്തുകളും, എല്ലാ നിന്റെ നന്മകളും ദൈവം നിനക്ക് തന്നതാ. കോടാനുകോടി രൂപയുടെ അധിപനായി കോടീശ്വരന്മാരുടെ പട്ടികയിൽ നീ ജീവിക്കുമ്പോഴും, കോടികൾ നീ ചെലവഴിക്കുമ്പോഴും, അല്ലെ സുഖലോലുപ ജീവിതത്തിൽ നയിച്ച് ആഡംബര ജീവിത ഉല്ലാസ യാത്രകൾ ചെയ്ത് വലിയ വലിയ കൊട്ടാരങ്ങൾ, സൗധങ്ങളിൽ നീ ജനിച്ച നാട്ടിലും മറ്റു വിദേശ രാജ്യങ്ങളും വലിയ സൗധങ്ങളും വാങ്ങി കോടികൾ നിന്റെ ബാങ്ക് അക്കൗണ്ട് വരുമ്പോൾ ഓർത്തോണം, നീ ഒന്നുമില്ലാത്തവനായി നഗ്നനായി നീ ഭൂമിക്ക് വന്നവനായി. ഇതെല്ലാം നിനക്ക് ദൈവമാണ് തന്നത്. പക്ഷെ നീ ദൈവത്തോട് നന്ദി കാണിക്കണം. ദൈവത്തോട് നന്ദി കാണിക്കണം. നന്ദിയില്ലാത്ത ഹൃദയമാകരുത്. പ്രൈസ്. ആദ്യം നിന്റെ ജീവിതം നീ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. പ്രത്യേകിച്ച് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ദൈവത്തിന് കൊടുക്കേണ്ട നേർച്ച ആഴ്ചയുടെ ആരംഭ ദിവസം നടക്കുന്ന കൂട്ടായ്മ സഭായോഗത്തിനകത്ത് നീ മുടങ്ങാതെ വരണം. അതൊരു നേർച്ചയാകട്ടോ. സഭായോഗത്തെ മുടക്കരുത്, ആരാധന മുടക്കരുത്. ജീവിതത്തിൽ ഏറ്റവും പ്രധാന പങ്ക്, ഏറ്റവും ആദ്യ ഭാഗം നീ യേശുവിന് കൊടുക്കണം, കർത്താവിന് കൊടുക്കണം. നിന്റെ ജീവിതം യേശുവിനായിരിക്കണം. അല്ലേലേ, നിന്റെ ഹൃദയത്തിലാണ് യേശു വസിപ്പാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ദൈവത്തോട് പോയി ആഴ്ച കാണിക്കരുത്. മക്കളെ നേരായ പാതയിൽ വളർത്താം. ചെറുപ്രായത്തിൽ തന്നെ മൊബൈൽ മുമ്പിലിട്ട് കൊടുത്ത് മൊബൈലിലെ അഭ്യാസങ്ങൾ പഠിപ്പിച്ച് നിന്റെ മക്കളെ വളർത്തിയാൽ അവർ വളർന്നു വരുമ്പോൾ നിന്നെ അനുസരിക്കത്തില്ല.
നിനക്ക് തലവേദനയായി മാറും. അതാ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. Praise the Lord. നേരായ പാതയിൽ നിന്റെ മക്കളെ ദൈവത്തിന് സമർപ്പിക്കണം. കർത്താവ്, എൻ്റെ കുഞ്ഞു വളരുമ്പോൾ, എൻ്റെ മക്കൾ വളരുമ്പോൾ, ഞാൻ വളരുമ്പോൾ, ഞാൻ ദിവസം ദൈവസ്ഥിതിയില് ബുദ്ധിയുടെ ആരാധനയായി ദൈവത്തിന് പ്രസാദമുള്ള വഴിപാടായി യാഗമായി എന്നെ സമർപ്പിക്കുന്ന അങ്ങയുടെ സന്നിധിയിൽ നിന്ന് മാറിപ്പോകാൻ സഭായുഗത്തെ ഉപേക്ഷയെ വിചാരിക്കാതെ ഏത് പ്രതികൂലത്തിന്റെ നടുവിലും അങ്ങയുടെ സന്നിധി വന്ന് അങ്ങയുടെ മുൻ മുഴകാലം അടക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നീ നേർച്ച നിന്റെ ദൈവത്തിന് കൊടുക്കണം. ഹല്ലേലൂയ. പൈസ കൊടുത്ത ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കരുത്. നിന്റെ പൈസ നീ വാരി ആമെ കൊടുത്തുകൊണ്ട് ആ നേർച്ച നേർന്നു അത് ദൈവം പ്രസാദിക്കത്തില്ല. കൊടുക്കണം, ദൈവത്തിന് കൊടുക്കണം. നിങ്ങൾക്കുള്ള നന്മയെല്ലാം കൊടുക്കണം. പക്ഷെ നിങ്ങളാണ് നേർച്ച എന്നറിയണം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ആ 101 തിരികെത്തിച്ചതുകൊണ്ടോ 1000 തിരികെത്തിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ സ്തോത്രം വലിയ പ്രാർത്ഥന അങ്ങ് എത്തിച്ചത് കൊണ്ട്, എവിടാന്നറിയത്തില്ല, എത്തിച്ചത് കൊണ്ടോ അല്ലേലിയ മനുഷ്യർ കാണേണ്ടതിന്റെ പരീക്ഷന്റെ പ്രാർത്ഥന പോലെ നീ പ്രാർത്ഥിച്ചത് കൊണ്ടോ അല്ലേലിയ, അതിനകത്തൊന്നും ദൈവം പ്രസാദിക്കത്തില്ല. നമ്മളാണ് ദൈവത്തിന് വിശുദ്ധമായി വരേണ്ടത്. മനുഷ്യൻ അവൻ ദൈവത്തോട് ചേർന്നിരിക്കണം, ദൈവത്തോട് ചേർന്ന് നടക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ആത്മഭൗതിക കാര്യങ്ങളിൽ ദൈവം പ്രസാദിക്കും. അപ്പൊ അതുകൊണ്ട് ദൈവം പറയാ ദൈവത്തിന് നിങ്ങൾ കൊടുക്കാമെന്ന് പറയാം. അപ്പൊ നിങ്ങൾക്കറിയാവുന്ന എല്ലാ കാര്യങ്ങൾക്കകത്തും, നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്കകത്തും, നിങ്ങൾ ചോദിക്കുന്നതിലും എല്ലാം ദൈവം വിശ്വസന. അതൊക്കെ ചോദിക്കുന്നതിനും നിരക്കുന്നതിനും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്നവന്, നിങ്ങൾ ചോദിക്കുന്ന നിരക്ക് അത്യന്തം പരമായി നിങ്ങളുടെ സകല ബുദ്ധിമുട്ടും തീർക്കുന്നവൻ, നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നവൻ, കടബാധ്യത തീർക്കുന്നവൻ, ആമിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നവൻ, അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിച്ച് ജോലി തരുന്നവൻ, രോഗത്തെ മാറ്റുന്നവന്റെ കഷ്ടം മാറ്റി കടബാധ്യത മാറ്റുന്നവൻ, നിനക്ക് ഉയർച്ച തരുന്നതല്ല യേശുവ കർത്താവ് ദൈവമാ. നിനക്ക് തന്ന ആരോഗ്യം, നിനക്ക് തന്ന ജീവിതമെല്ലാം ദൈവത്തിൻ്റെതാ. നിനക്ക് തന്ന മക്കൾ ദൈവത്തിൻ്റെതാ. അതുകൊണ്ട് നീ ദൈവത്തിന് നേർച്ച നിവർത്തിക്കാതിരിക്കരുത്. സാഹസ്യമല്ല ഇവിടെ ആവശ്യം, ദൈവത്തിന് പ്രസാദമായി യാഗമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സഭാപ്രസംഗിയുടെ പുസ്തകം വായിക്കുമ്പോൾ കാണുന്ന 5-ാം അധ്യായം വായിക്കുമ്പോൾ എന്റെ 4-5 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്. മൂടന്മാരിൽ അല്ലെങ്കിൽ അവന് പ്രസാദമില്ല. നീ നേർന്നിട്ട് കഴിക്കാതെ ഇരിക്കുന്നതിനേക്കാൾ നേരാതെ ഇരിക്കുന്നത് നല്ലത്. അല്ലെ, മൂടന്മാരിൽ ദൈവം പ്രസാദിക്കുന്നില്ല. നീ നേർച്ച നേർന്നിട്ട് നേർന്നില്ലെങ്കിൽ, നേർന്ന് കൊടുക്കാതിരിക്കുന്നെങ്കിൽ അത് പാപമാണ്. അല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം യാക്കോബ് നേർച്ച നേർന്നു, അത് ദൈവം കേട്ടു, അവനെ അനുഗ്രഹിച്ചു. ഒരു വടിയോടുകൂടി യോർദാൻ കടന്നു 2 കൂട്ടമായി മടങ്ങി വന്നതുപോലെ ദൈവം നിന്നെയൊന്നും അല്ലെങ്കിൽ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുക. നിന്റെ ഉയർച്ച, നിന്റെ താഴ്ച ദൈവന്റെ ഉയർത്താൻ ആഗ്രഹിക്കുക. നിന്റെ കഷ്ടതകൾ മാറി, നിന്റെ കണ്ണുനീര് മാറി, ദുഃഖം മാറുവാൻ ദൈവം നിന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഇന്ന് പകൽ നീ ഏത് പ്രതിസന്ധി കടന്നു പോകുന്നു, അതിന് നടുവിൽ ഭൗതികമായ നേർച്ചകളല്ല നീ കൊടുക്കുന്ന ഭൗതിക നന്മകളല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ ബുദ്ധിയുള്ള ആരാധനയ്ക്ക് ശരീരങ്ങളെ ജീവനും വിശുദ്ധി ദൈവത്തെ പ്രസാദമുള്ള യാഗമായി നിങ്ങളെ ഒരു നേർച്ചയായി സമർപ്പിക്കുമ്പോൾ ജഡത്തിലെ ആത്മാവിൽ സകല കൺവെൻഷൻ നീക്കി വിശുദ്ധയെ വെച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിക്ക് നിങ്ങൾ യാഗമായി കടന്നു വരുമ്പോൾ നിന്റെ എല്ലാ വിഷയത്തിനും ദൈവം പ്രസാദിക്കും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, ഈ വചനം കേട്ടുകൊണ്ട് സകല ജനത്തെ അനുകരിക്കണം. മനുഷ്യൻ ഇന്ന് ലോകത്തിൽ വിവിധ നേർച്ച കാഴ്ചകൾ നടത്തുന്ന വഴിപാടുകൾ അതെല്ലാം ഭൗതികമായി ഈ ലോകത്തിൽ ആക്ഷരികമായി തീരുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ സൃഷ്ടി അവിടുത്തെ കരങ്ങളിൽ ജീവശ്വാസം പുതിയ മനുഷ്യൻ കർത്താവ് ദൈവത്തിന്റെ ജീവനും വിശുദ്ധി ദൈവത്തെ പ്രസാദമുള്ള യാഗമായി ഒരു നേർച്ചയായി കടന്നു വന്ന് കർത്താവ് ദൈവാനുഗ്രഹം പഞ്ചനത്തെ ഒരുക്കണമേ. അവിടെ ശൈശവത്തിൽ ബാല്യകൗമാരി യുവനത്തിൽ നിരാത്മരചനയാച തലമുറയിലായിരിക്കുന്ന ജനത്തിനായി കേരളത്തിനെ 200 കോടി ജനം, ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ല, പുള്ളിലോട്ട് കൊട്ടാരം ഇതുവരെ പാർക്കുന്ന എല്ലാ ജനത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയുടെ പ്രതിസന്ധിയുടെ പ്രതികൂലങ്ങൾ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് അപമാനത്തിൽ കടന്നു പോകുന്ന എല്ലാവർക്കും ഒരു വിടുതൽ ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമക്കളെ, ദൈവദാസന്മാരെ, കേരളത്തിൽ ഭൂമിയിൽ ഏറ്റത്തോളം ദൈവവേലയും ദൈവദാസിദാസന്മാർ കുടുംബങ്ങൾ തലമുറകൾ കർത്താവിനെ ഏൽപ്പിക്കുന്നു. ആമേ സാഹസ്യമായി കൊടുക്കുന്ന നേർച്ചയല്ല ദൈവത്തിന് ആവശ്യം. ഇവിടുത്തെ ഭൗതിക നന്മകളല്ല, സകലത്തെയും അനുഗ്രഹിക്കുന്ന ദൈവസന്നിധിയിൽ കർത്താവേ സകല ജനങ്ങൾ ഒരു വഴി വിശുദ്ധ യാഗമായി കടന്നു വന്ന് ഈ ലോകത്തിന് അനുപരാതീരം ആമേസാദ പൂർണ്ണതയുള്ള ദൈവത്തിന് തിരിച്ചിന് മനസ്സ് രൂപാന്തരപ്പെടി സ്വയം നേർച്ചയായി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സകല ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.